കുപ്പിച്ചില്ല അരച്ച് തേച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതാണോ നോക്കണം. പിന്നെ ചൂരൽ കഷായത്തിൻ്റെ കാര്യം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നമ്മളിന്ന് പോകുന്നത് ഇവിടുത്തെ മദ്രസയിലേക്കാണ്. നമ്മുടെ കുഞ്ഞാപ്പികൾ ഇവിടെ വന്നിട്ട് ഇതുവരെ മദ്രസയിൽ പോയിട്ടില്ല. അപ്പം ഞങ്ങൾ ഇവിടെ തിരക്കി പിടിച്ച് വന്നപ്പോൾ നമ്മുടെ തൊട്ടടുത്തായിട്ടൊരു ഓഫ്ലൈൻ മദ്രസ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാ പറഞ്ഞു. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. ഒറ്റക്കോര അറിയുമ്പോഴല്ലേ? യെസ് അന്താൻ ഇവിടുത്തെ അങ്ങോട്ട് കാണിച്ചു വെച്ചിരുന്നു. ഇതാണ് ഇവിടുത്തെ മദ്രസ ക്ലാസ് റൂം കേട്ടോ. അങ്ങനെ 2-3 റൂമുകളുണ്ട് ഇവിടെ. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ മദ്രസയുടെയൊക്കെ വില അറിയണത്. കാരണം ഒരു കൊച്ചിന് 125 ദിർഹംസാണ് പറയണത് ഇവർ. അതായത് നാട്ടിലൊരു 3000 രൂപ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കരാട്ടെ ക്ലാസ് ഉണ്ട്, പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട്. അതിൻ്റെ നേരെ മദ്രസയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ബ്യൂട്ടി സലൂൺ ഉണ്ട്. ഒന്നും പറയണ്ട. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നേരെ ഇവിടെ നിന്ന് അഡ്മിഷൻ എടുത്തോട്ടെ. ഞങ്ങൾ അഡ്മിഷൻ എടുത്ത് 2 ആൾക്കും അഡ്മിഷൻ എടുത്തു. 2 ആൾക്കും വീക്ക്ലിയാണ് നമുക്ക് കിട്ടിയേക്കണത്. അതായത് സാറ്റർഡേ മാത്രം. സാറ്റർഡേ 8 to 11 ആണ് നമുക്ക് കിട്ടിയേക്കണത്. അങ്ങനെ നമ്മൾ സാറ്റർഡേ വരെ വെയിറ്റ് ചെയ്യണം. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അങ്ങനെ ഫാത്തിഹത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇന്നാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ മദ്രസയിൽ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് മദ്രസയിലേക്ക് പോവാം. നമ്മൾ മേറുമോൾക്ക് 3rd സ്റ്റാൻഡേർഡിലും ആദോന് 1st സ്റ്റാൻഡേർഡിലും ആണ് അഡ്മിഷൻ എടുത്തേക്കണത്. 3rd സ്റ്റാൻഡേർഡിൽ അവൾ നാട്ടിൽ പകുതിയോളം പോയതാണ്. അപ്പോൾ ഇവിടെയും വന്നിട്ട് നമ്മൾ 3rd സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ആക്കിയേക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ മദ്രസയിലേക്ക് യാത്രയാവുകയാണ്. നീണ്ട 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ആദുക്കുട്ടനും മേറുമോളും മദ്രസയിലേക്ക് പോകുന്നു. നമ്മളിതാ മദ്രസയിൽ എത്തിയിരിക്കുന്നു. കമോൺ. അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി. അവനും നല്ല അടച്ചിട്ട് വേണ്ട. അങ്ങനെ മേറുമോളെ നമ്മൾ ക്ലാസ്സിലിരുത്തി. അവൾക്ക് ഭയങ്കര പേടിയാണ് ഫ്രണ്ട്സിനെ കിട്ടുമോ. അങ്ങനെ അതുനെയും ക്ലാസ്സിലേക്ക് ഇരുത്തി. ഒരാൾക്കും ഫുഡ് ബ്രേക്ക് ടൈം ഉണ്ട് അവിടെ. അപ്പം നമ്മൾ ഇവിടെ പുറത്ത് തന്നെ ഒരു മെഷീനുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ഓർത്തു. വാങ്ങിച്ച് കയ്യിൽ കൊടുത്തിട്ട് പോകാമെന്ന് ഓർത്തു. ഏതെടുക്കുന്ന ചോക്ലേറ്റാ? സെറ്റ്.
വെള്ളം അവിടെ ഉണ്ട്. സ്ട്രോബെറി കുടിച്ചെന്ന് തോന്നുന്നില്ല കേട്ടോ. സ്ട്രോബെറിക്ക് ഒരു സൈസ് ചൊവ്വയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ചോക്ലേറ്റിൻ്റെ ഇടുന്നു രണ്ടെണ്ണോട്. ഞാനത് ചോദിക്കണമെന്ന് നോത്താണ് അവസ്ഥാനോട്. പക്ഷേ നമ്മൾ 2 ജ്യൂസും 2 ലേസും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ബ്രേക്ക് ടൈം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വാങ്ങി കൊടുക്കാൻ നോക്കാം. കയ്യിൽ കൊടുക്കട്ടെ. അങ്ങനെ ഞാൻ കൊണ്ടുപോയി ആ സ്നാക്സൊക്കെ അവരിൽ കൊടുത്തിട്ടാ. അപ്പോഴത്തേക്ക് അവിടെ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി.